അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകളാണ് ഇപ്പോൾ അജ്മീറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇനി പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഞങ്ങളെല്ലാവരും സത്യത്തിൽ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ലാതെ ഞങ്ങളവിടെ ഒരു ബ്ലോക്കായ അവസ്ഥയിലായിരുന്നു. 11,500 രൂപ കൊടുക്കണം എന്നായിരുന്നു. അവിടത്തേക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുഡോ അങ്ങനെ എന്തോ ചിലവാണ് പറഞ്ഞത്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നല്ല ഉമ്മ ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. പക്ഷെ ആളവിടെ മരിച്ചിട്ട് തുണിയൊക്കെ പുതച്ച് കിടത്തിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ കൂടെ അവസാനിപ്പിക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കും ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മളെ എത്രാമത്തെ ദിവസം എന്നൊന്നും പറയുന്നില്ല. നമ്മളെ ലാസ്റ്റ് വിസിറ്റിംഗ് ഏരിയകളെല്ലാം നിർത്തിയിട്ട് പോകുന്നതാണ്. എനിക്ക് ഒട്ടും തന്നെ സൗണ്ട് ഇല്ല. അപ്പോഴ് എല്ലാവർക്കും അതേപോലെ തന്നെ ഉണ്ട്. അസുഖങ്ങളൊന്നും ഇവിടെ പോയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇന്നലെ നമ്മള് താമസിച്ച റൂമാണിത്. ഞാന് എടുത്തത് എന്ന് പറയുന്നത് റെഡ് ബസ്, മൈ ട്രിപ്പ് ഇതുപോലുള്ള ആപ്ലിക്കേഷനാണ് സാധാരണ എടുക്കുന്നത്. പക്ഷെ അതിൽ കാണുന്ന അവർ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ കാണുന്ന റേറ്റും ഇവര് തരുന്ന റേറ്റും രണ്ട് സെയിം ആണ്. അവര് ഓഫർ എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന റേറ്റ് ഉണ്ടാവില്ലേ, ആ റേറ്റ് 1,800 രൂപ. അതാണ് ഈ റൂം. 1,800 രൂപയ്ക്ക് ഈ റൂം എങ്ങനെയുണ്ട്? അടിപൊളി റൂമാണ്. നമ്മൾ ആദ്യം താമസിച്ച റൂമില്ലേ, അതിനേക്കാളും നല്ല റൂമാണിത്. അല്ല, നമ്മൾ ഇതുവരെ എടുത്തതിനകത്ത് വെച്ചിട്ട് ഏറ്റവും അടിപൊളി റൂമാണ്. പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതെ. അപ്പോ പിന്നെ നമ്മളിപ്പോ ഉള്ളത് അജ്മീറിലാണ്. അജ്മീറിനൊരു 10-15 കിലോമീറ്റർ ഇപ്പുറം. ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ, DK ഹോട്ടൽ. ഇങ്ങോട്ടേക്ക് അജ്മീറിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. കാരണം വെച്ചാല് നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാം. ഞാൻ ഓൺലൈനിൽ എടുത്തതാണ് ഇത്. കാരണം വെച്ചാൽ ഓൺലൈനിൽ എടുത്തിട്ട് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവരോട് എമൗണ്ട് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞ 1,700. 1,750 രൂപയാണ് എനിക്ക് ഇത് വന്നത്. 50 രൂപയുടെ ഒരു വ്യത്യാസം. അതുകൊണ്ട് എനിക്കറിയില്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റെഡ് ബസ്സിൽ ഒരു 500 രൂപ കിട്ടാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ അടിപൊളി ഹോട്ടലാണ്, അടിപൊളി സർവീസ് ആണ്. വന്നവിടെ തന്നെ അവര് 4 കുപ്പി വെള്ളം, അതുപോലെ തന്നെ കുളിക്കാനുള്ള സോപ്പ്, അതെല്ലാം ഹോട്ടലിൽ നിന്ന് തരുന്നതാ. വെള്ളം അങ്ങനെ തരുന്ന കണ്ടിട്ടില്ല. ഷാമ്പു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഷാമ്പു, അതുപോലെ തന്നെ വേറെന്താ ടൗലും ബാക്കിയില്ല. പിന്നെ AC. നോക്ക് റൂം മുഴുവനായിട്ടാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് റൂം. അപ്പോഴ് ഈ ഭാഗത്ത് വരുന്നവർ എന്തായിരുന്നാലും ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നല്ല, ഇവിടെ വന്നിട്ട് എടുത്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. നല്ല ബെഡും കാര്യങ്ങളൊക്കെയാണ്. 2 ബെഡാണ് വരുന്നത്. ഞങ്ങളിപ്പം 4 കുട്ടികളുണ്ടായിരുന്നു, 4 വലിയ ആൾക്കാരുണ്ടായിരുന്നു. സുഖമായിട്ട് കിടക്കാൻ പറ്റിയ അടിപൊളി റൂം. അതുപോലെ തന്നെ വരുന്ന സമയത്ത് നമ്മളെ ലഗേജ് ഒക്കെ വെക്കാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ കബോർഡ് കാണിച്ചെടുത്ത് അത് നമ്മളെ അലക്കി വെച്ചതാണ്. അതുപോലെ ഇതേ നമ്മളെ ലഗേജ് സൂക്ഷിക്കാനും അടിപൊളി കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സംസാരിച്ചോ, ഞാൻ സംസാരിക്കുമ്പോൾ ക്ലിയർ ആവണമെന്നില്ല. ഇതാണ് വാഷ്റൂം. വൃത്തികേടായതല്ല, അവര് ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം. ഞാൻ വന്നപാടുണ്ടല്ലോ, ജസ്റ്റ് നോക്കിയപ്പോഴുണ്ടല്ലോ, വെള്ളം കുറച്ച് ഹാർഡ് വാട്ടർ ആണ്. അതുപോലെ ഹീറ്റർ എല്ലാം പുതിയ ഇതാണ്. നല്ല ഹോട്ടലാണ് ഈ ഒരു പ്രൈസിന്. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ അജ്മീർ ദർഗയിലോട്ടേക്ക് പോകും. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലോട്ടേക്ക് പോവുകയാണ്. അടിപൊളി യാത്രയും യാത്രാവിശേഷങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അല്ലേ. ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലിഫ്റ്റിൽ ഫസ്റ്റ് ഫ്ലോറാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ലൊരു ബാൽക്കണി, അടിപൊളി, ഒന്നും പറയാനില്ല. ഇപ്പം ഞങ്ങൾ ഇറങ്ങി. ഇതിവിടെ പാർട്ടി ഹാളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ബായ് പാർട്ടി ഹാള് ओके शादी के लिए ओके എന്താണ് ओके ये गार्डन है. ओ किचन भी है इधर.
ആ പാർട്ടിക്ക കിച്ചൺ. ഓക്കെ ഓക്കെ. ഇവിടെ പാർട്ടി സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ, നമ്മൾ താമസിച്ച. അടിപൊളിയാണ്. അങ്ങനെ ഇനി നമ്മൾ ഭക്ഷണം തേടി പോവാണ്. നോൺ വെജ് മര്യാദ കഴിച്ചിട്ട് കുറെ കാലം. കാശ്മീർ വിട്ടിട്ട് കഴിച്ചിട്ടില്ല അല്ലേ? എല്ലാരും നേരത്തെ വണ്ടി കയറി ഇരുന്നോണ്ട് ഋഷിക്ക് നാണം വന്നിട്ടൊന്നും അല്ല ഫോൺ നോക്കുന്നത്, അല്ലല്ലോ? ആദ്യം എടുത്തു. ഹായ് പറഞ്ഞ അതും ഹായ്. എന്താ ചിരി. നമ്മള് കാശ്മീർ വിട്ടിട്ട് ഇന്നേക്ക് എത്ര ദിവസമായി? വിട്ടിട്ട് എത്ര ദിവസമായി റസി? ഏത് ഡേറ്റിന് വിട്ടേ? ഹോട്ടലിൽ പോയിട്ട്. അപ്പൊ എത്ര ദിവസമായെന്ന് അറിയില്ല, എന്നാലും 1836 കിലോമീറ്റർ നിലവിൽ ഓടി. ഉമ്മ നമ്മളിപ്പോ ഏകദേശം ഇല്ലേ ഓൾ ഇന്ത്യ ട്രിപ്പ് പോലെയായി. 8 സംസ്ഥാനം കവർ ചെയ്തു ഓൾറെഡി. ഇനി അങ്ങോട്ടേക്ക് ഉണ്ട് കുറച്ച് വരുന്നത്. എന്താ ഹോട്ടലിലോട്ട് കയറി, പക്ഷെ ഹോട്ടൽ തുറന്നിട്ടില്ല. ഇന്നലെ രാത്രി പോയി, ഇന്നലെ രാത്രി തുറന്നിട്ടില്ല, ഇന്നും തുറന്നിട്ടില്ല. ഈ ഭാഗത്തുള്ള ആകെ ഒരു നോൺ വെജ് ഹോട്ടൽ അത് മാത്രമേ ഉള്ളൂ. നോൺ വെജ് ഐറ്റം ഇവിടെ കുറെ കാണുന്നുണ്ട്. അവിടെ പിറകുവശത്തില്ല, പിറകുവശത്ത് വലിയ ഫാമുണ്ട്, കോഴി ഫാം. പക്ഷെ ഒരു ഭാഗത്ത് നോൺ വെജ് ഇടുന്നു. ഇവരെല്ലാരും വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. മുസ്ലിംസും അങ്ങനെ തന്നെയാവുമല്ലോ. അവിടെ മോന്റെ ട്രൗസർ എല്ലാം ഇതാക്കിയിട്ടിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. നനഞ്ഞു പോയി. നനഞ്ഞല്ല, കഴുകിയെടുത്ത. ഇനിയിപ്പോ നേരെ അജ്മീറിലേക്കല്ലേ? എത്ര കിലോമീറ്റർ ഇവിടുന്ന്? 29 കിലോമീറ്റർ. ആ കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ ഹോട്ടല്. പക്ഷെ അടിപൊളിയാണ്. ഹോട്ടലിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയണ്ടല്ലേ. അത് നമുക്ക് ഇത്ര പറയുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ എടുത്തതിനകത്ത് നാട് വിട്ടതിന് ശേഷം ഇത്രയും വൃത്തിക്കുള്ള ഒരു ഹോട്ടൽ കിട്ടി ഇപ്പൊ അല്ലേ? അതുകൊണ്ടാണ്. പൈസ കൊടുത്താലും നല്ല വൃത്തിയുള്ള ഹോട്ടൽ കിട്ടുന്നില്ല. അജ്മീറിൽ വന്നിട്ട് ആകെ ഒരു നോൺ വെജ് ഹോട്ടൽ കിട്ടിയതാണ്. ബാക്കിയെല്ലാം വെജാണ്. വെജ് എന്ന് പറയാനായിട്ട് വെജ് കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ഹോട്ടലുകളാണ്. പക്ഷെ അധികം വെജ് ഹോട്ടൽ കാണാനില്ല, എന്നാൽ കാണുന്നതൊക്കെ വെജുമാണ്. നോൺ വെജ് ആ കിട്ടിയത് ഇതാണ്. പിന്നെ നമ്മൾ ടൗണിൽ കണ്ടത് ഭയങ്കര റേറ്റും. ഭയങ്കര റേറ്റ്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 350 രൂപ, ഫ്രൈഡ് റൈസിന് 300. ഇവിടെ റൊട്ടിക്ക് 10 രൂപ, ബാക്കി എല്ലാടിക്ക് 15 രൂപയായിട്ടുള്ളത്. അതുപോലെ തന്നെ ബട്ടർ ചിക്കനാണ് നമ്മളിപ്പോൾ കുറേ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് 400 സംതിങ് ഇവിടെ ഉള്ളത്. ബാക്കി എല്ലാടിക്കെല്ലാം 600 ചില്ലറയാണ്. ഇവിടെ കുറവാണ്. ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ടല്ലേ? കുഴപ്പമില്ലാത്ത വൃത്തി. കഴിച്ചിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. വൃത്തിയുണ്ടല്ലേ? ഒന്നേ ഇവരെല്ലാം അവിടെ ഇരുന്നിട്ടുണ്ട്. കുട്ടികളെല്ലാം ആകെ കച്ചറയാണ്. കാരണം മാർക്കറ്റ് ആയതുകൊണ്ട് പല പല സാധനം കാണും. അപ്പൊ അതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാൾ സമൂസ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വാങ്ങിച്ചു കൊടുക്കാത്തോണ്ട് ദേഷ്യം പിടിച്ചിട്ടില്ല. ആ സമൂസ ഉണ്ടാക്കുന്ന ഓയിൽ ഫസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടാണ് ഇവർക്ക് സമൂസ വാങ്ങിക്കൊടുക്കുക. പിന്നെ നമ്മളെ സംസാരത്തിൽ കുറേ നോയ്സ് ഉണ്ടാവും. ചൂട് കാരണം അടുപ്പിച്ചിട്ട് 3 ഫാനും ഒരു കൂളറും വർക്കായിക്കൊണ്ട് നല്ല ചൂടാന്ന് തോന്നുന്നു. നീ കഴിച്ചിട്ടാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ വന്നിട്ടുണ്ട്, റൊട്ടിയും വന്നിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി തന്നെ ബട്ടർ ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇതൊന്ന് ഗ്രേവിയും കാര്യങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ
അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ നേരെ ദർഗയിലോട്ടേക്കാണ് പോകുന്നത്. ഇതുവരെ എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അജ്മീറിനെ കുറിച്ചുള്ള എൻ്റെ ധാരണ മൊത്തത്തിൽ പാടെ മാറ്റിക്കളഞ്ഞൊരു യാത്രയായിരുന്നു, ഒരു അജ്മീർ വിസിറ്റ് ആയിരുന്നു എനിക്കിത്. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് അവിടെ നിന്ന് ഉള്ളിലോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചെരുപ്പ് ഇടാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പൂരി നമ്മൾ കയ്യിൽ വെച്ചു. ചെരുപ്പൂരി കയ്യിൽ വെച്ചിട്ട് ഒരു പരിധി കഴിയുമ്പം, ഒരു നിശ്ചിത ദൂരം കഴിയുമ്പം നമുക്ക് പിന്നെ ആ ഒരു ചെരുപ്പ് കയ്യിൽ വെച്ചിട്ട് പോലും നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമുക്കത് പൈസ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാവുന്നതാണ്. തിരിച്ചു വരുന്ന സമയത്ത് നമുക്കത് കളക്ട് ചെയ്യാം. നമ്മൾ പൊതുവെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാറുണ്ടല്ലോ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു സിസ്റ്റം. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇവിടെയാണ് ചെരുപ്പ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. അയാൾ പറഞ്ഞു ദർഗയിലോട്ടേക്ക് പോകുന്ന സമയത്ത് ആണുങ്ങൾ നിർബന്ധമായിട്ടും തലയിലൊരു ടവൽ കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ടവൽ 10 രൂപ കൊടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങിപ്പിച്ചു. വളരെ ലോക്കൽ ടവലാട്ടോ അത്. 10 രൂപയ്ക്കൊന്നും ആ ടവലില്ല. അത് കൊടുത്തൊന്നുമല്ല ഞങ്ങൾ, പ്രശ്നം തരികയാണോ ഓക്കെ അവർ ബിസിനസ് ചെയ്തോട്ടെ. അവിടുന്ന് പിന്നെ ഞങ്ങളെ കൊണ്ട് ഫ്ലവറും ചന്ദനത്തിരിയും വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നേ, അഗർബത്തി. അപ്പോൾ അതെന്തിനാണ് വാങ്ങിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗേറ്റ് തുറന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് അതൊരു 4 മണിക്ക് എങ്ങനെ ഓപ്പൺ ആവുള്ളൂ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണേ. ഈ വെള്ളം ഇട്ട ആളുകളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെച്ചോ. ഇവർ നമ്മൾ അവിടെ അജ്മീർ ദർഗേനെ പക്ക ബിസിനസ് ആക്കിയിരിക്കുന്ന, ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ടീമുകളാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിലൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, കുഞ്ഞു കുട്ടി കയ്യിലുണ്ടെന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിൽക്ക്, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഈ ആളാണ് ഞാൻ പറഞ്ഞൊരാൾ കേട്ടോ, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കൂട്ടിപ്പോയി. പിന്നെ ഇത് അങ്ങോട്ടേക്ക് മൊത്തം അയാളുടെ ഉത്തരവാദിത്തത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രില്ല് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയാണ്. ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെ തട്ടിപ്പ് പുറത്തോട്ടേക്ക് വരുമോ എന്നുള്ള പേടി അയാളുടെ മുഖത്തൊക്കെ കാണാനുണ്ട്. ഈ മയിൽപ്പീലി കൊണ്ട് തലക്കടിച്ചിട്ടൊക്കെയാണ് ഇവിടെ ദുആ ചെയ്യുന്നത്. അതുപോലെ ഫ്ലവർ അവിടെ കൊണ്ടിടുന്നു. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഇസ്ലാം മതത്തിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു മുജാഹിദോ അങ്ങനെയുള്ള ഒരു വിശ്വാസി ആയതുകൊണ്ടായിരിക്കും പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ സുന്നിയുടെ എല്ലാ കാര്യങ്ങളും പിന്തുടരുന്ന ഒരാളാണ്. ഈ മക്ബറ വിസിറ്റൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അവർ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഈ ഒരു വ്യക്തി ഏറ്റെടുക്കുന്നു. അയാൾ ആ ഒരു ഗേറ്റ് തുറന്ന് അവിടെ ഫസ്റ്റ് ഞങ്ങളെ ക്യൂവിൽ നിർത്തി ഞങ്ങളെ ഫസ്റ്റ് കയറ്റുന്നു. ഞങ്ങൾക്ക് വേണ്ടി കേരള എന്നൊക്കെ ഒച്ചത്തിൽ വിളിച്ച് ഞങ്ങളെ പ്രത്യേകം അടുത്ത് കൂട്ടി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഇയാൾ ഇത്രയും ഉത്തരവാദിത്തമൊക്കെ കാണിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പൈസ കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം, അവർ അതിനുവേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അവിടെ ഉള്ളിലോട്ടേക്ക് കയറിയ സമയത്ത് സിറ്റുവേഷൻ അതായിരുന്നില്ല. പെട്ടെന്നൊരു വലിയൊരു തിരക്ക് വന്നു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ചെറിയ കുഞ്ഞിരിക്കുകയാണ്. റെമിക്കാകെ ഞങ്ങളെല്ലാവരും സത്യത്തിൽ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ലാതെ ഞങ്ങളവിടെ ഒരു ബ്ലോക്കായ അവസ്ഥയിലായിരുന്നേ. അപ്പോൾ റെമിക്ക കുഞ്ഞിനെ ഒന്ന് മടക്കി പിടിച്ചിട്ട്, റെമിക്കാൻ്റെ വയറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച ആൾക്കാരുടെ കൈയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി അത്രയും സൂക്ഷിച്ച് കഷ്ടപ്പെട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ശക്തമായി പിടിച്ച് മാറ്റുക, ഉന്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അയാളുടെ ഉത്തരവാദിത്വം ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈസ കൊടുക്കുക എന്നുള്ള രീതിക്ക്. പക്ഷേ പുറത്തിറങ്ങിയ സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളോട് അവിടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അതിനുവേണ്ടി പൈസ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ 500 രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ പൈസ കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൊന്നും അല്ല കേട്ടോ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് കേരളത്തിൽ നിന്ന് അത്രയും ദൂരം പോയതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. അവിടെ സംഭാവന കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു എമൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞ എമൗണ്ട് എത്രയാണെന്നറിയോ, 11,500 രൂപ കൊടുക്കണം എന്നായിരുന്നു. അവിടത്തേക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുഡോ അങ്ങനെ എന്തോ ചിലവാണ് പറഞ്ഞത്, അത് കൊടുക്കാൻ വേണ്ടി. അത് അയാളുടെ നമ്പറിലുള്ള ഗൂഗിൾ പേയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് പറ്റില്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ അത്രയും എമൗണ്ട് ഒന്നും ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടല്ലല്ലോ ദർഗയിലോട്ടേക്കൊന്നും പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകളാണ് ഇപ്പോൾ അജ്മീറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇനി പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പോവുക, വിസിറ്റ് ചെയ്യുക, അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യലാണ്ട്. ഞാൻ പക്ഷെ എവിടെ പോയി പ്രാർത്ഥിച്ചാലും പഠിച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊരിക്കലും മുജാഹിദ് ആയതുകൊണ്ടെന്നൊന്നും പറയുന്നില്ല, എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ 500 രൂപ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അയാളുടെ മുഖമൊക്കെ ആകെ മാറി കേട്ടോ, ആകെ ദേഷ്യത്തിൻ്റെ ഭാവമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പൈസ കൊടുക്കണം അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഒരു ദർഗയിലോട്ടേക്ക് പോയിട്ട് ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നീയത്തുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നല്ലാതെ വേറൊരു കാര്യം ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ദർഗയിലൊക്കെ പൈസ കൊടുക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെക്കൊണ്ടാവുന്ന രീതിക്ക് മറ്റുള്ള കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കാനാണ്. അല്ലാതെ ഇതൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന
ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ പറഞ്ഞത് അജ്മീറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ചിട്ട് നീ ആ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞാൻ അനുവാദം തരികയാണ് എന്നെ വിമർശിക്കാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് പറയണം കേട്ടോ. കാരണം മറ്റുള്ളവർ ഇതുപോലെ അറിയാത്ത ആളുകൾ പറ്റിക്കപ്പെടുന്നത് നമുക്കൊന്ന് ഒരു പരിധിവരെ ഇതുപോലെയൊക്കെ പ്രതികരിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി യാത്രകൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഞങ്ങളുടെ AC-ന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് എൻ്റെ കാലിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അതെന്താണെന്ന് റീസൺ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നോക്കുന്ന സമയത്ത് AC ഞങ്ങൾ അവിടുന്ന് കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു. അപ്പം അവിടെ AC-യുടെ ആവശ്യമില്ലല്ലോ. കാശ്മീരിലും ശ്രീനഗറിലൊക്കെ പൊതുവെ തണുപ്പായതുകൊണ്ട് തന്നെ അവർ അവിടെ ഹീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ കാലിലോട്ടേക്ക് ഇങ്ങനെ വെള്ളം ഇറ്റി വീണിട്ട് എൻ്റെ കാല് ഫുള്ള് തണുക്കായിരുന്നു. കുറച്ചൊന്നും അല്ലായിരുന്നു, നല്ലപോലെ വെള്ളം ഉള്ളിലോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർക്ക് അത്യാവശ്യം വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വർക്ക്ഷോപ്പൊന്നും നോക്കി പോകേണ്ട കാര്യമില്ല. അൽഹംദുലില്ലാ ഇതുപോലെ നല്ല പൊടി ഉണ്ടായിരുന്നു. അവർ ആ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അതിനകത്ത് അതൊക്കെ കളഞ്ഞ്. അപ്പോൾ അതിനിടയിൽ ഞാൻ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഉണ്ടായിരുന്നു. ഞങ്ങൾ വഴിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു വത്തക്കയൊക്കെ അതിനകത്ത് വെച്ച് മുറിച്ചിട്ട് ഞാൻ ഇവർക്കൊക്കെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രാത്രിക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊക്കെയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നല്ല ഫുഡ് നോക്കി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിക്കപ്പോഴും ഭക്ഷണം കിട്ടാൻ വളരെയധികം ലേറ്റ് ആവാറുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങൾ നാട്ടിലോട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ള ഒറ്റൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവസാനമായപ്പോൾ എല്ലാവർക്കും മടുത്തു. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാണല്ലോ ഇത്രയും ദിവസം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും റോഡ് വഴി തന്നെ ആകുമ്പോൾ നമുക്ക് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ചടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന വഴി ഈ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടോ, ഇതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കട്ടോ. അടിപൊളിയാണ്. ഇങ്ങനെ കുറേ കാണാനുണ്ട് കേട്ടോ, പല വെറൈറ്റികൾ. പിന്നെ ഈ ഒരു 4 വരി പാത ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു. കാരണം രാവിലെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ അവിടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ആൾക്കാർ മരിച്ചു കിടക്കുന്നതൊക്കെ കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗുജറാത്തിലെത്തിയിട്ട് ഇത് എത്രാമത്തെ ദിവസമാണെന്ന് അറിയില്ല. ഒരുപാട് ദിവസങ്ങളെ നമ്മളിപ്പോൾ അവിടുന്ന് വിട്ടിട്ട് 6-ാം തീയതി വിട്ടിട്ട് ഇന്ന് എത്രാമത്തെ ദിവസമായി? ഇന്ന് 11ാമത്തെ ദിവസം. നമ്മൾ ഒരുപാട് ഓടി, 2000 കിലോമീറ്ററിന് മുകളിൽ ഓടി. പിന്നെ അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത്. ഇവിടെ ഫുള്ള് ഒച്ചപ്പാടാണ്. ആളുകുട്ടിയെല്ലാം ഇങ്ങനെ അലമ്പായിക്കൊണ്ട് യുദ്ധം നടക്കുകയാണ്. പിന്നെ നമ്മള് ഒരുപാട് അറിഞ്ഞിട്ടാ ഇപ്പം എന്താ പറയാ, ഫുൾ ക്ഷീണത്തിലുള്ളത് എല്ലാവരും. വണ്ടിയിലാണ് ഇപ്പൊ നാട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം. മടുപ്പ് തുടങ്ങി. ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയിൽ സ്പേസ് കുറവാണ്. ലഗേജ് മക്കളെല്ലാണ്ട് എല്ലാവരും ചടക്ക് പിടിച്ചു തുടങ്ങി. ഇനിയിപ്പം നാട് പിടിക്കുന്നതിന് മുന്നേ ഒന്ന് മുംബൈയിലൊന്ന് കയറിയിട്ട് അവിടുത്തെ ഒന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലോട്ട്. നാളെ നാട്ടിലെത്തും പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ആക്സിഡൻറ്റ് കാര്യങ്ങൾ. എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റൊരു കാര്യം, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിർത്തി ഉറങ്ങിയിട്ട് വരിക. ഞാനെല്ലാം അങ്ങനെയാണ്. മാക്സിമം രാത്രി യാത്രകളിൽ ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങിയിട്ട് വരിക. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഉറക്കം വന്നു കഴിഞ്ഞാൽ വണ്ടി അപ്പം കേടാക്കും. ഇന്ന് വരുന്ന വഴിക്ക് എത്ര ആക്സിഡന്റ് ഉണ്ടായിരുന്നടാ? ടോട്ടല് 4 ആക്സിഡന്റ് എങ്ങാനും ഉണ്ടായിട്ടുണ്ടായില്ലേ വരുന്ന വഴിക്ക്. എല്ലാം ഉറക്കത്ത് സംഭവിച്ചാണ്. അതിലൊരു വണ്ടി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ആക്സിഡന്റ് ആയിട്ട്. അങ്ങനെ ആ ഒരു അവസ്ഥയിലായിപ്പോയിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. രാത്രിയും പകലും എല്ലാം ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക. നമ്മളിപ്പോൾ ഹൈവേയിൽ 120 സ്പീഡ് ഉണ്ടെങ്കിൽ ഞാനെല്ലാം 80-90, കൂടി വന്നു കഴിഞ്ഞാൽ 100. അതിൻ്റെ മുകളിൽ ഞാൻ വണ്ടി എടുക്കുന്നില്ല. ഭക്ഷണം കഴിക്കാം. ഇപ്പം നമ്മുടെ പൂരി വന്നിട്ടുണ്ട്. അടിപൊളി പൂരിയാണ്, സോഫ്റ്റ് പൂരി. ഭാജിക്കറി എങ്ങനെയുണ്ട് നോക്കട്ടെ. ഉമ്മ എങ്ങനെയുണ്ട് ഭാജിക്കറി? നല്ലുണ്ടാ? ഞാൻ പറയാം. ഉമ്മ വെറുതെ പറയുക പക്ക ഫ്ലോപ്പ. പോരാ, ഇല്ല ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
ഉമ്മാക്ക് പേടിയതുകൊണ്ട് തന്നെ നമ്മൾ ആ ആക്സിഡൻറ്റിൽ ആൾ മരിച്ച കാര്യമൊന്നും ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ആൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്നല്ല ഉമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആളവിടെ മരിച്ചിട്ട് തുണിയൊക്കെ പുതച്ച് കിടത്തിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മളവിടെ പകുതിയിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് വിട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പഴം അതൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു, കുട്ടിയൊക്കെ വിശക്കുമ്പോൾ കൊടുക്കാന്നുള്ള രീതിക്ക്. കാരണം നമ്മൾ നല്ല ഹോട്ടൽ നോക്കുന്ന സമയത്ത് ഫുഡ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരങ്ങനെ ഇരുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മുംബൈയിലോട്ടേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറച്ചൊന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്കറ്റൊക്കെ ഒന്ന് കാണുക, പർച്ചേസ് ചെയ്യുക. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ആണല്ലോ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിക്ക് പോവുകയാണ്. മുംബൈയിലോട്ടേക്ക് എത്താൻ നേരത്തെ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു റോഡ് മുഴുവനായിട്ട്. പിന്നെ എല്ലായിടത്തും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം വെച്ചാൽ നമുക്കൊരു മടി വരുമല്ലോ യാത്ര ചെയ്തുകൊണ്ട്. യാത്ര ആസ്വദിക്കാൻ കുറച്ചധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കുക എന്നുള്ള രീതിക്ക് ഇതൊരു അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ കുറച്ചെങ്കിലും ഷൂട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ യാത്രാവിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ അവസാനിപ്പിക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കും ഞങ്ങളുടെ ഈ ഒരു യാത്രേൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഇത്രയും വലുപ്പത്തിലുള്ള ബിൽഡിങ്ങുകൾ, നല്ല അടിപൊളി പാലങ്ങൾ. ഇന്ത്യക്ക് പുരോഗമനം ഇല്ല എന്നൊന്നും നമുക്ക് തീർത്തും പറയാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള വെറൈറ്റി പാലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിയൊക്കെ മാക്സിമം പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ഭംഗി, എന്ത് രസമല്ലേ. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള ടണലുകൾ, നമ്മൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് ടണലുകൾ എന്താ പറയുക കടന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് 1-2 മാത്രം കിലോമീറ്ററുകൾ ദൂരം ഉണ്ടായിരുന്നേ. ബോംബെ ടൗൺ എത്തിയ സമയത്ത്, മാർക്കറ്റിൻ്റെ പരിസരം എത്തിയ സമയത്ത് ഇതായിരുന്നു അവസ്ഥ. ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ സിനിമയിൽ, പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന ടാക്സിയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റിയിട്ട് ഡയറക്റ്റ്. പിന്നെ എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഐറ്റം അടിപൊളിയായിരുന്നു. ഞങ്ങളത് വാങ്ങി ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല രസം തോന്നിയിട്ട് ഞങ്ങൾ രണ്ടാമതൊന്ന് വാങ്ങി വണ്ടിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 28-നായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ടേക്ക് കയറുന്നത് മെയ് 13-നാണ്. അത്രയും ദിവസം നീണ്ടു നിന്നൊരു യാത്രയായിരുന്നു. പിന്നെ എൻ്റെയും റെമിക്കാൻ്റെയും ഒക്കെ ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലെ യാത്ര ആയതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ആസ്വദിച്ചു എന്ന് വെച്ചാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും. നല്ല കിണറാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ കർണാടകത്തിലെത്തി. കർണാടകത്തിൽ ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടിന്യൂസ് ഡ്രൈവ് അല്ല, കണ്ടിന്യൂസ് ഡ്രൈവ് എന്നൊക്കെ പറയാം. ആകെ ടയേർഡായിട്ടുള്ളത്. എല്ലാവരും നല്ല ടയേർഡാണ്. ഇനിയിപ്പോൾ ഒരു 300 സംതിങ് കിലോമീറ്റർ കൂടെ നാട്ടിലോട്ട്, അതും കൂടെ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ കർണാടകത്തിലെത്തിയപ്പോൾ റൈസ് ഒന്നും മര്യാദ കിട്ടുന്നില്ല. അപ്പം അന്ന് കഴിച്ചു നോക്കപ്പെട്ട അവസ്ഥ. ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ട് വേണം വീണ്ടും പറഞ്ഞ് കിടക്കാനായിട്ട്. അത്യാവശ്യം നല്ല ടൈമാണ്. ഉച്ചഭക്ഷണം അല്ലേ? ഉച്ചഭക്ഷണം രാവിലെ ബ്രഞ്ച് കഴിക്കാൻ പറ്റും. ബ്രഞ്ച് കഴിക്കട്ടെ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെമിക്കാൻ്റെ കോലമൊക്കെ ആകെ പോയി എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അധികം വീഡിയോനകത്ത് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ക്ലിപ്പിൽ നിങ്ങൾ കണ്ടതിനെ റെമിക്ക നീ അങ്ങനെ വീഡിയോയിൽ വരാണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ വരുത്തിയതാണ്. എൻ്റെ ഫേസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോകുന്നത് വരെ. ആ പോകുന്ന സമയത്ത് ഡോക്ടറാണ് പറഞ്ഞത്, പിന്നെ ഇങ്ങനൊരു യാത്ര ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, നിങ്ങൾ മുമ്പേ പ്ലാൻ ചെയ്തിരുന്ന യാത്രയായിരുന്നു കേട്ടോ. പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോകണം. അതൊരു എൻ്റെ ഒരു ഗ്രീഫിങ് പീരീഡ് ആണല്ലോ. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷമം തീർക്കാൻ ഒരു സഹായമാവും. ചിലപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നാൽ ഇയാൾ പൂർണ്ണമായി മാറിയെന്ന് വരാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്നാൽ യാത്ര പോവാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് തുടങ്ങി കർണാടക, തമിഴ്നാട്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ വഴി ലഡാക്ക്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഗോവ, അങ്ങനെ പോയി തിരിച്ച് വീണ്ടും കേരളത്തിലോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു എത്തിയപ്പോൾ. അപ്പോൾ ഇത്രയ്ക്കാണ് ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ എന്ന് പറയുന്നത്. പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.